ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ഒക്ടോബർ മാസം 1 മുതൽ 31 തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1200 കന്നി 15 മുതൽ തുലാം 15 അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദ്യത്തിൽ കന്നി തുലാം രാശികളിലായി അത്തം ചിത്തിര ചോതി ഞാറ്റുവേലകളിലൂടെ സഞ്ചരിക്കുന്നു. ഒക്ടോബർ മാസം 1 തീയതി ചന്ദ്രൻ പൂരം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ഒക്ടോബർ 31 തീയതി ചിത്തിര നക്ഷത്രത്തിൽ എത്തുന്നു. വ്യാഴം ഇടവത്തിൽ മകരം നക്ഷത്രത്തിലും ചൊവ്വ മിഥുനം കർക്കിടകം രാശികളിലായി പുണർതം പൂയം നക്ഷത്രങ്ങളിലും ശനി കുംഭത്തിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശുക്രൻ തുലാം വൃശ്ചികം രാശികളിലും ബുധൻ കന്നി തുലാം വൃശ്ചികം രാശികളിലുമായി സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ 2024 ഒക്ടോബർ മാസത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവൃത്തികളിൽ വിജയം വരിക്കാനാകും. തടസ്സങ്ങൾ മുൻകൂട്ടി അറിയുവാനും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുവാനും സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. കരാർ പണികൾ പുതുക്കി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ ലഭിക്കാനിടയുണ്ട്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ സാധ്യമാകും. വാക്കുകളിൽ സ്വാധീനശക്തി നിറയും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യഥാസമയം സാധ്യമാകും. ധനവരവിൽ വർധനവ് ഉണ്ടാകും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. നിക്ഷേപങ്ങൾ നടത്തുവാനും കഴിഞ്ഞേക്കും. കുടുംബജീവിതത്തിൽ സന്തോഷം നിറയും. സഹോദരങ്ങളുടെ വിവാഹാവശ്യത്തിന് അധ്വാനവും പണവും ചെലവഴിക്കും. ഉല്ലാസയാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ ആസൂത്രണ മികവ് പ്രകടമാകും. പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണും. സാമ്പത്തിക ഭദ്രത കൈവരിക്കാനാകും. സന്താനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കും. കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. ഊഹക്കച്ചവടം, ഓഹരി വിപണി, ലോട്ടറി എന്നിവയിൽ നേട്ടമുണ്ടാകും. തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. ആത്മവിശ്വാസം വർദ്ധിക്കും. കലാകാരന്മാർക്ക് അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കും. ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടും. കർമ്മരംഗത്ത് പോരായ്മകൾ പരിഹരിക്കാനും ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു നീങ്ങുവാനും കഴിയും. ബിസിനസ് യാത്രകൾ പ്രയോജനകരമാകും. വിദ്യാർത്ഥികൾക്ക് കഴിവ് തെളിയിക്കുവാൻ അവസരങ്ങൾ ലഭിക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മേടക്കൂറുകാർക്ക് കുറച്ചൊക്കെ അനുകൂലവും ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളും ആകും ലഭിക്കുക. ആത്മശോഭയ്ക്ക് മങ്ങലുണ്ടാകും. വിചാരിച്ച കാര്യങ്ങൾ സാധ്യമാകുവാൻ ക്ലേശിക്കേണ്ടി വരും. തുടങ്ങിവെച്ച സംരംഭങ്ങൾ മന്ദഗതിയിലാകും. മറ്റുള്ളവരുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയും. സഹോദരങ്ങൾ സഹായിക്കും. പ്രണയികൾക്ക് കാര്യങ്ങൾ ആശാവഹമാണ്. കൂട്ടുകച്ചവടം പുഷ്ടിപ്പെടുവാൻ ഇടയുണ്ട്. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. മേടക്കൂറുകാർക്ക് ഭൂമിയിൽ നിന്ന് ആദായം വർദ്ധിക്കും. പുതിയ വീടോ ഭൂമിയോ വാങ്ങുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾ പരീക്ഷയിൽ മെച്ചപ്പെട്ട വിജയം കൈവരിക്കും. വിവാഹം നീണ്ടുപോയവർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വീടോ വാഹനമോ വാങ്ങുവാൻ സാധിക്കും. ദൂരയാത്രകൾ ആവശ്യമായി വരും. കലാകാരന്മാർക്ക് പ്രശസ്തി വർദ്ധിക്കും. രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയമാണ്. തൊഴിൽ തേടുന്നവർക്ക് പഠിച്ച സ്ഥാപനത്തിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ ജോലി ലഭിക്കും. വാഗ്ദാനം പാലിക്കുവാൻ കഴിയും. കൈവിട്ടു പോയേക്കും എന്ന് കരുതിയ വസ്തുക്കൾ നിലനിർത്താനാകും.
ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തിയാക്കുവാനും സമർപ്പിക്കുവാനും കഴിയും. തൊഴിൽ വളർച്ചയ്ക്ക് സഹായകരമായ കോഴ്സുകളിൽ അഡ്മിഷൻ നേടും. ബന്ധുവിന് സാമ്പത്തികമായി സഹായിക്കും. പ്രണയികൾക്ക് അത്ര അനുകൂല സമയമല്ല. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിന് വിട്ടുവീഴ്ച അനിവാര്യമാകും. വിദേശത്ത് കഴിയുന്നവരുടെ പൗരത്വ അപേക്ഷയ്ക്ക് അനുമതി ലഭിക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിച്ചു എന്ന് വരില്ല. വീക്ഷണപരമായ കഴിവുകൾ വർദ്ധിക്കും. ജോലിസ്ഥലത്ത് ശത്രുക്കൾ വർദ്ധിച്ചേക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും. ഏജൻസി കരാർ മേഖലയിൽ ന്യായമായ ധനവരവ് പ്രതീക്ഷിക്കാം. എന്നാൽ ചെലവും അധികരിക്കുന്നതാണ്. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാൻ ഇടയുണ്ട്. ഭൗതിക കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാകും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കും. കുട്ടികളുടെ ഉപരിപഠന കാര്യത്തിൽ ഉചിതമായി തീരുമാനം കൈക്കൊള്ളും. അന്യദേശത്തുള്ള മക്കളോടൊപ്പം താമസിക്കാൻ തീരുമാനിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപ്രതീക്ഷിതമായി ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കും. ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങൾക്കായി ദൂരയാത്ര വേണ്ടിവരും. ബിസിനസ്സിൽ പങ്കാളിയെ ചേർത്ത് വിപുലീകരിക്കും. സർക്കാർ സംബന്ധമായ ഇടപാടുകളിൽ കാലതാമസം നേരിടും. ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും. ഉത്സാഹക്കുറവും ഉന്മേഷക്കുറവും അനുഭവപ്പെടും. കുടുംബത്തിന് പിന്തുണ ലഭിക്കുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം. കടം വാങ്ങി കടം വീട്ടുന്ന പ്രവണതയിൽ നിന്നും പിൻവാങ്ങണം. കലാകാരന്മാർ കൂടുതൽ ഭാവനാശാലികളാകും. നല്ല അവസരങ്ങൾ തേടിവരും. ചെറുകിട സംരംഭങ്ങൾ ഗുണവത്താകും. നിർമ്മാണ മേഖലയിൽ അവസരങ്ങൾ കൈവരിക്കുന്നതാണ്. ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉയർന്ന ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും കഴിയും. സഹപ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകും. കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാകും. സ്വതന്ത്രമായ നിലപാടുകൾ സംഘടനകളിൽ ചോദ്യം ചെയ്യപ്പെടാം. സ്വയം തൊഴിൽ മേഖലയിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഓൺലൈൻ വ്യാപാരത്തിൽ വളർച്ചയുണ്ടാകും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ശ്രദ്ധാപൂർവം കരുനീക്കങ്ങൾ നടത്തിയില്ലെങ്കിൽ നഷ്ടം സംഭവിക്കാം. ജോലിയിൽ മുന്നേറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. ബന്ധുക്കളുടെ പിന്തുണ നിർലോഭം ലഭിക്കുന്നതാണ്. ഔദ്യോഗിക യാത്രകൾ വർദ്ധിക്കും. സാഹിത്യകാരന്മാർക്ക് അംഗീകാരം തേടിവരും. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മശക്തി വർദ്ധിക്കും. കാര്യങ്ങളിൽ വിജയം വരിക്കാൻ കഴിയും. സ്വയം തൊഴിൽ മേഖല മെച്ചപ്പെടും. കൈവായ്പകൾ കൊടുത്തു തീർക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ ലഭിക്കും. ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി മെച്ചമുണ്ടാകും. ഭോഗസുഖവും ആത്മീയ ഉണർവും വന്നു ചേരുന്നതാണ്. ഗാർഹികമായി സമാധാനം നിറയും. പുതിയ വാഹനം വാങ്ങാനുള്ള ശ്രമം ലക്ഷ്യം കാണും. വീട് മോടി പിടിപ്പിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. മെഡിക്കൽ മേഖലയിലുള്ളവർക്ക് പ്രശസ്തിയും പണവും ലഭിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രവർത്തന മേഖലയിൽ ഉന്മേഷത്തോടെ മുഴുകാനാകും. സർക്കാർ കാര്യങ്ങളിലെ കാലവിളംബം മാറും. പ്രമുഖരായിട്ടുള്ളവർ പിന്തുണയ്ക്കും. ന്യായമായ മാർഗങ്ങളിലൂടെ വരവ് വർദ്ധിക്കും. ഭൗതികമായ സാഹചര്യങ്ങളിൽ മെച്ചമുണ്ടാകും. തൊഴിലിൽ മുന്നേറാനാകും. കൃഷിയിൽ കൂടുതൽ ലാഭമുണ്ടാകും. ചീട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ പഠനത്തിലേർപ്പെടാൻ കഴിയുന്നതാണ്. ചില ദുർവ്യയങ്ങൾക്കും സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾക്ക് പ്രേരണയോ സഹോദര കലഹമോ ഉണ്ടായേക്കാം. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ലഭിക്കുക. അധ്വാനഭാരം വർദ്ധിക്കും. ഉദ്യോഗസ്ഥർക്ക് ദൗത്യങ്ങൾ ദുർഘടങ്ങൾ നിറഞ്ഞതാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്താനാകും. സാങ്കേതിക വിഷയങ്ങളിൽ മികവ് നേടുന്നതാണ്. സ്ത്രീകളുടെ പിന്തുണ കരുത്തു പകരും.
കുടുംബപരമായി സാമാന്യം ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ ആവശ്യപ്രകാരം വിനോദയാത്ര നടത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം ആവശ്യമാണ്. ബന്ധുക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ഭൂമിയുടെ ക്രയവിക്രയം ലാഭകരമാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഏതു പ്രശ്നങ്ങളെയും ആത്മസംയമനത്തോടെ സമീപിക്കും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇൻഷുറൻസ്, ചിട്ടി, ലോട്ടറി നറുക്കെടുപ്പുകളിലൂടെ സാമ്പത്തിക ഗുണം വരാനിടയുണ്ട്. പ്രവർത്തനങ്ങൾ ഫലപ്രദമാകും. സമൂഹ മധ്യത്തിൽ അന്തസ് ഉയരും. മനസ്സ് ഊർജ്ജസ്വലമാകും, സന്തോഷഭരിതമാകും. സർക്കാർ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും. രാഷ്ട്രീയക്കാർക്ക് ഉന്നത പദവി ലഭിക്കാൻ അവസരമുണ്ടാകും. വിദ്യാഭ്യാസപരമായി ശോഭിക്കാനാകും. വാക്കുകൾ പരുഷമാകും. ചില മാനസിക ക്ലേശങ്ങൾ ഉദയം ചെയ്തേക്കാം. നിലവിൽ തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. ആരോഗ്യനില സമ്മിശ്രമായിരിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉന്മേഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കാര്യതടസ്സങ്ങൾ നീങ്ങി ലക്ഷ്യം നേടാൻ കഴിയും. കർമ്മകുശലതയും ബുദ്ധിസാമർഥ്യവും തുണയാകും. ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതി ലഭിക്കും. ഔദ്യോഗിക രംഗത്ത് തിളങ്ങുന്നതാണ്. ആത്മസുഹൃത്തുക്കളുടെ ഉപദേശം സ്വീകരിക്കും. കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകൾക്ക് പരിഹാരം കാണും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും കഴിവ് തെളിയിക്കാനാവും. ഓൺലൈൻ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കൂട്ടുകച്ചവടത്തിൽ ഗുണം കുറയും. വിദേശത്ത് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ഗ്രഹത്തിൽ പൂജകളോ മംഗളകർമ്മങ്ങളോ നടത്തും. വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അലച്ചിലും കാര്യതടസ്സങ്ങളും അനുഭവപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ക്ലേശിക്കേണ്ടി വരും. കാര്യങ്ങൾ അവസാന നിമിഷമാകും പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ കഴിയുക. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും. കാര്യങ്ങൾ സാധ്യമാകുന്നതിന് ആവർത്തിച്ച് ശ്രമിക്കേണ്ടി വരും. വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ആനുകൂല്യത്താൽ സാമ്പത്തിക കാര്യങ്ങൾ ഭംഗിയായി നടന്നു കിട്ടും. കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. പ്രണയികൾക്ക് പരസ്പരമുള്ള ഹൃദയബന്ധം ദൃഢമാകും. സുഹൃത്ത് ബന്ധം വിപുലമാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഗ്രഹിച്ച വിധം നടന്നു കിട്ടുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിന് തീരുമാനമാകും. ഗാർഹിക ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവസരം ലഭിക്കുന്നതാണ്. കച്ചവട സ്ഥാപനം വിപുലീകരിക്കും. വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടത്തിന് സാധ്യതയുണ്ട്. വ്യവഹാരങ്ങൾക്ക് അല്പം ഗുണം പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും. കൂടുതൽ അവസരങ്ങൾ വന്നുചേരും. ആയുധവും അഗ്നിയും കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ വേണം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ നേരിടും. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ പിന്തുണ കുറയും. ചെലവും വരവും പൊരുത്തപ്പെടില്ല. 1, 2 ഭാവങ്ങളിൽ ശുക്രൻ സഞ്ചരിക്കുകയാൽ ഭോഗസുഖം ലഭിക്കും. സ്നേഹവിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. പ്രണയകാര്യത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. അന്യദേശ യാത്രയ്ക്ക് അവസരമുണ്ടാകും. യാത്രാവേളകളിൽ ധനമോ വിലപിടിപ്പുള്ള വസ്തുവോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിന്നും മാറി താമസിക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. തസ്കര ശല്യത്തിനും സാധ്യതയുണ്ട്. അന്യദേശത്തോ വിദേശത്തോ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖല സന്തോഷകരമാകും. ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും. പല കാര്യങ്ങൾക്കും സഹപ്രവർത്തകരുടെ സഹകരണം തേടും. ഔദ്യോഗിക യാത്രകൾ സഫലമാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും. പ്രണയികൾക്ക് തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയും. വൃശ്ചിക കൂറുകാർക്ക് വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ആകും. കൂടുതൽ വരുമാനത്തിനായി മറ്റു വഴികൾ തേടും. സർക്കാർ ഉദ്യോഗം തേടുന്നവർക്ക് ഉദ്യോഗം ലഭിക്കും. ഗൃഹനിർമ്മാണം ധനക്ലേശത്തിൽ പകുതിയിൽ നിൽക്കാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കും.
വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതികമായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. സംഘടനാ രംഗത്ത് നേതൃപദവി ലഭിച്ചേക്കും. പിതാവിന് ഗുണകരമായ കാലമാണ്. പിതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. ഏജൻസി ഏർപ്പാടുകൾ ലാഭകരമാകും. കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കും. കൗശലത്താൽ എതിർപ്പുകളെ അതിജീവിക്കും. പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. പുതിയ ഭൂമിയോ വീടോ വാങ്ങിയേക്കും. സമൂഹമധ്യത്തിൽ ആദരവ് നേടും. വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിക്കും. ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതരം നേട്ടങ്ങൾ വന്നെത്തുന്നതാണ്. തൊഴിൽ മേഖലയിൽ വളർച്ച പ്രകടമാകും. സംരംഭങ്ങളിൽ ആദായം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ അർഹതയ്ക്കനുസരിച്ചുള്ള ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകും. പിതാവിനും തൊഴിൽ വളർച്ചയുടെ കാലമാണ്. പിതൃസ്വത്തിൽ നിന്നും വരുമാനം ഉയരുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കും. ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. സമൂഹത്തിൽ മാന്യത നേടും. ബന്ധുജനങ്ങളുടെ പൂർണ്ണ പിന്തുണ പല നിലയ്ക്കും പ്രയോജനപ്പെടും. ഗാർഹികമായ സ്വസ്ഥത അനുഭവപ്പെടും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും. ദൗത്യങ്ങളിൽ ബുദ്ധിയും ശ്രദ്ധയും ഉണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പദവികളിൽ ഉയർച്ച ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ്. കുടുംബാംഗങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തിക്കൊടുക്കുവാൻ സാധിക്കും. ഗുരുജനങ്ങളുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയരും. നറുക്കെടുപ്പ്, ചിട്ടി, ഇൻഷുറൻസ്, ലോട്ടറി എന്നിവയിലൂടെ സാമ്പത്തിക ലാഭം വന്നെത്തും. ഭോഗസുഖവും അനുഭവപ്പെടും. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും. വിനോദയാത്രകൾക്കും അവസരം ലഭിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം വിപുലീകരിക്കും. കഠിന പ്രയത്നം കൂടാതെ തന്നെ പലതും നേടാൻ കഴിയും. ലക്ഷ്യനിർവഹണം ആഘോഷകരമാക്കും. അഭിനന്ദനവും സാമൂഹികമായ അംഗീകാരവും നേടും. സദുദ്ദേശത്തോടെ പല കാര്യങ്ങളും നടത്തും. കുടുംബത്തിൽ സുഖവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും. കുടുംബ ബന്ധത്തിലെ വിള്ളൽ പരിഹരിക്കാൻ കഴിയും. വില കൂടിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. ബന്ധുജനങ്ങളെ സന്ദർശിക്കും. കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കും. പുതിയ വീടോ ഭൂമിയോ അധീനതയിൽ വന്നുചേരും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ലക്ഷ്യം നേടുവാനും കഴിയും. ഔദ്യോഗികമായി പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തും. ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ സംജാതമാകും. തടസ്സപ്പെട്ട ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസമുണ്ടാകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. സ്ത്രീകൾ മുഖേന ദുർവ്യയം വന്നുചേരും. പലവിധ ചെലവുകളും വർദ്ധിക്കും. എങ്കിലും സാമ്പത്തികമായി മെച്ചമുണ്ടാകും. ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമണ്ഡലത്തിൽ ശോഭിക്കാൻ കഴിയും. ക്രിയാശക്തിയും ഭാവനയും ഒരുമിക്കും. വരുംവരായികൾ ആലോചിച്ച് പ്രവർത്തിക്കും. ഭാവിയെ സംബന്ധിച്ച നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളും. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാനും അവ ജീവിതത്തിൽ പകർത്താനും സാധിക്കും. ബന്ധുക്കളുടെ തർക്കങ്ങൾക്ക് പോംവഴി നിർദ്ദേശിക്കുകയും മുൻകൈയെടുത്ത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും. വസ്തുവിൽപ്പന സുഗമമായി നടന്നേക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് അല്പം കാത്തിരിക്കേണ്ടി വരും. സകുടുംബം തീർത്ഥാടനത്തിന് അവസരം വന്നെത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത വേണം. അനാവശ്യമായി മനസ്സ് വ്യാകുലപ്പെടും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യക്തിജീവിതത്തിലും ഔദ്യോഗികമായും ഫലങ്ങൾ സമ്മിശ്രമായിരിക്കും. കൃത്യനിർവഹണത്തിൽ ഉദാസീനത വരാനിടയുണ്ട്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉദയം ചെയ്യാനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരിച്ചെത്തും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ജാമ്യം നിൽക്കുന്നതിലും കടം കൊടുക്കുന്നതിലും ജാഗ്രത വേണം.
കൂട്ടുകെട്ടുകൾ മൂലം ചില ക്ലേശങ്ങൾ വരാനിടയുണ്ട്. തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കാലതാമസം അനുഭവപ്പെട്ടേക്കും. വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിൽ പുരോഗതി ഉണ്ടാകും. നിയമമേഖലയിലും ബാങ്കിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. മാധ്യമരംഗത്തുള്ളവർക്കും ഏജൻസി മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ ജന്മനക്ഷത്രത്തിലെ വക്രഗതിയിലെ സഞ്ചാരം മൂലം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. പല കാര്യങ്ങളും അല്പം മെല്ലെയാകും. അകാരണമായ വിഷാദചിന്തകൾ ഉയർന്നേക്കാം. ആരംഭിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടേക്കില്ല. കരാർ ജോലികൾ പുതുക്കി ലഭിക്കും. കമ്മീഷൻ വ്യാപാരികൾക്ക് നേട്ടമുണ്ടാകും. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് തൊഴിലിൽ മാറ്റമില്ലാതെ തുടരും. കൃഷിയിൽ ലാഭമുണ്ടാകും. ബന്ധുക്കളുടെ സഹകരണം ഗുണകരമായേക്കും. വായ്പാ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. ദൈവിക വഴിപാടുകൾക്കും തീർത്ഥയാത്രയ്ക്കും സമയം കണ്ടെത്തും. പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യത്യസ്തമായ ആശയങ്ങളുള്ളവരുമായി ഇണങ്ങിപ്പോകുവാൻ കഴിയും. വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ ശക്തമായി എതിരിടുന്നതാണ്. സഹായ അഭ്യർത്ഥനകൾ നിരസിക്കും. ബന്ധുജനങ്ങളുടെ ശത്രുതയ്ക്ക് പാത്രമാകും. കർമ്മമേഖലയിൽ കഠിനാധ്വാനം ചെയ്താലും ഉദ്ദേശിച്ച ഫലം ലഭിച്ചേക്കില്ല. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. ദാമ്പത്യക്ലേശം അനുഭവപ്പെട്ടേക്കാം. പഴയ വാഹനം മാറ്റി വാങ്ങാനുള്ള ശ്രമം വിജയിച്ചേക്കില്ല. ജീവിത പങ്കാളിയുടെ ധനം ആവശ്യങ്ങൾ നേടാൻ ഉപകരിക്കും. കർഷകർക്ക് ആദായം വർദ്ധിക്കും. കലാകാരന്മാർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതുവിനെയും ചെയ്തു തീർക്കാൻ കഴിയും. അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കില്ല. വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ നേരിടും. ചിലരുടെ ഉപദേശങ്ങൾ വിപരീത ഫലത്തിന് കാരണമാകും. പ്രായോഗിക വശം ചിന്തിക്കാതെയായിരിക്കും പ്രവർത്തിക്കുന്നത്. അധ്വാനഭാരം ഇരട്ടിയാകും. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അംഗീകാരം കൈവരാൻ വൈകും. ചെറുകിട സംരംഭങ്ങൾ ലക്ഷ്യം കാണും. ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയും. പൂർവിക സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉടലെടുത്തേക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മസ്ഥാനം മോടി പിടിപ്പിക്കും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പിതൃസ്വത്ത് കൈവശം വന്നു ചേരും. പ്രയത്നങ്ങൾക്ക് അനുകൂല ഫലം എപ്പോഴും ലഭിച്ചു എന്ന് വരില്ല. പ്രണയികൾക്ക് വിഷമസന്ധി മറികടക്കാനാവും. ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വേണം. വസ്തു തർക്കത്തിനോ അയൽ തർക്കത്തിനോ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുടെ ഉദാസീന പ്രവണതകളെ ചോദ്യം ചെയ്യും. കുടുംബത്തിലെ പിതൃപുത്രബന്ധം ഇണങ്ങിയും പിണങ്ങിയും തുടരും. ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസമുണ്ടാകും. ചർച്ചകളിൽ ശോഭിക്കാൻ കഴിയും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.